ഞാൻ ഈ പരിപാടിക്കില്ല. എത്ര ദിവസമായി? 2 ദിവസം കൊണ്ട് തട്ടിക്കയറേണ്ടതാണ്. ഇതുവരെ മുഴുവൻ കഴിച്ചിട്ടില്ല. ഒറ്റ ഉണർത്തിന് സീരിയസ്നെസ് ഇല്ല. ഇപ്പൊ എവിടെ പോയതാണ്? ഓ, ചായ കുടിക്കാൻ. അതിനൊക്കെ നല്ല കണിശമായിട്ട് നടക്കുന്നു. മനുഷ്യന്റെ ക്ഷമയ്ക്കൊരതിരില്ലേ? ആ, വരുന്നുണ്ട്. ഓ, ആടിപ്പാടി. ഞാനതല്ല ആലോചിക്കുന്നത്. അപ്പൊ അവന്റെ മുഖം കാണണേ, ചിരിച്ചെന്റെ ഉപ്പാടിളകി പോയി. അതെ, ആളുകളിൽ കളിക്കാൻ തോന്നണേ. സീനാവുന്ന തോന്നണേട്ടാ. അതെ, ഞാൻ നല്ല കലിപ്പിൽ തന്നെയാണ്. നല്ല ദേഷ്യമുണ്ട്. മറ്റന്നാൾ കളിക്കാനുള്ളതാണെന്ന് വലിയ വിചാരം നിങ്ങൾക്കുണ്ടോ? ഒറ്റ ഡയലോഗ് പോലും പഠിക്കാത്ത നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അറിയോ? അത് പേടിക്കണ്ട ഡയറക്ടറെ, ഇവരെ ഞാൻ സെറ്റ് ആയിക്കോളാം. ഓഹോ, ആദ്യം പഠിക്കേണ്ട നീയാണ്. നീ എന്നിട്ട് മതി ബാക്കിയുള്ളവരുടെ കാര്യം. പെട്ടെന്ന് സെറ്റ് റെഡിയാക്കി. സമയം നമുക്ക്. ഓക്കെ, ഇപ്പൊ ശരിയാക്കി തരാം. മരമണ്ട, ഇങ്ങോട്ടല്ല ഫീസ്, അങ്ങോട്ടാണ്. ഓ, ഞാൻ പോറ്റു. ഒന്ന് പെട്ടെന്ന് ചെയ്യുന്നത്, താമസമില്ല. നീ സൂപ്പർ സാറേ. നമുക്ക് ശരിയാക്കാം. സെറ്റ് റെഡിയാക്കി. സെറ്റ് റെഡി. പാവം മനുഷ്യൻ, ഈ പ്രായത്തിലും ഇങ്ങനെ ഒരു പരീക്ഷണം കഷ്ടം തന്നെ. എന്താണ് ഇങ്ങനെ ചെയ്ത കുറ്റം എന്നറിയില്ല. നാളെ കാലത്ത് കഴുമരത്തിലേറേണ്ട ആളാ. പുറത്ത് നല്ല തണുപ്പാണല്ലേ? അതെ, ഡിസംബർ അല്ലേ, തണുപ്പ് കാണും. ഈ ഗുഹയിൽ കിടന്നിട്ടും എങ്ങനെ മാസം കൃത്യമായി പറഞ്ഞതെന്ന സംശയം ഉണ്ടല്ലേ? ഞാൻ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ പുസ്തകത്തിന് പിന്നിൽ ഒരു വരയിട്ട് വെക്കും. അത് കണക്കാക്കിയാൽ തീയതി മനസ്സിലാവും. ഇന്നിപ്പോ ഡിസംബർ 9 നീ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് എന്തു പറ്റി? ഒന്നുമില്ല. ഓ, നീ എന്റെ നാളത്തെ മരണം ആലോചിച്ച് സങ്കടപ്പെടുകയാണല്ലേ? എനിക്കതോർത്ത് പേടിയോ സങ്കടമോ ഒന്നുമില്ല. സാധാരണ ഒരു സംഭവം വരാൻ പോകുന്നു, അത്രമാത്രം. എന്നാലും നാളെ മുതൽ നിങ്ങൾ എനിക്കത് ഓർക്കാനേ വയ്യ. എവിടെയോ ഉള്ള ഏതോ ഒരാൾ നാളെ തൂക്കിലേറ്റപ്പെടുന്നു, അത്രമാത്രം. ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ അറിയ പോലുമില്ല. നിങ്ങൾ അങ്ങനെ പറയല്ലേ. അല്ല പ്രസാദ്, എപ്പോഴാ കേരളം അറിയില്ലേ? എവിടെ പോയി? ഓ, അതിപ്പോഴായിരുന്നോ? സോറി, എപ്പോ റെഡിയാവാം. ലാസ്റ്റ് ഡയലോഗ് ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ ഇത് അറിയ പോലുമില്ല. അങ്ങനെ പറയല്ലേ. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ഓ, നാളെയാണ് ശിക്ഷ. അപ്പൊ ജയിൽ ചാടാനുള്ള പദ്ധതി ഉണ്ടാക്കിയായിരിക്കും. എന്താ സാറേ, ഈ വയ്യാത്ത ആള് എന്ത് ചെയ്യാനാ? വയ്യാവുന്ന നീ ഉണ്ടല്ലോ. കാട് കയറില്ല സാറേ. വല്ലാണ്ട് സ്നേഹിക്കല്ല മോനെ. നാളെ ദാ ഇവിടെ ഒരു കയറൂടെ കെട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മോനെ. നീ ചെറുപ്പാണ്, പുറത്തിറങ്ങിയാൽ നിനക്കൊരു ജീവിതമുണ്ട്. ഇത് കേസ് വേറെ.
നിന്നോടുള്ള കരുണ കൊണ്ട് പറയാ, വല്ലാണ്ട് അടുക്കണ്ട. ഞാൻ ഇതുവരെ നിങ്ങളോട് നിങ്ങളുടെ കേസിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. എനിക്ക് ഇപ്പൊ അറിയണം. എല്ലാവരും പറയുന്നത് നിങ്ങളെന്തോ ഭീകരവാദം ചെയ്തിട്ടുണ്ടെന്നാ. സത്യത്തിൽ നിങ്ങളെപ്പോലൊരാള് ആരെയും കൊല്ലില്ലാന്നും കൊള്ളയടിക്കില്ലാന്നും എനിക്കുറപ്പാ. എന്നിട്ടും എന്തേ നിങ്ങൾ ഇവിടെ എത്തി? അതൊരു രാജദ്രോഹ കുറ്റ. രാജദ്രോഹ കുറ്റോ? അതെ, തീവ്രവാദികളൊക്കെ ചെയ്യുന്നത് പോലെ. അതെ, അത് തന്നെ. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. നിങ്ങൾക്കതിന് കഴിയില്ല. മോനെ, രാജദ്രോഹിയാവാൻ ബോംബൊന്നും വെക്കണ്ട. ശ്യാമേ, ഇത്ര വൈകാരികത വേണ്ട. കൂളായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. രാജ്യദ്രോഹിയാവാൻ ബോംബൊന്നും വെക്കണ്ട. ഓക്കെ, മോനെ, രാജദ്രോഹിയാവാൻ ബോംബൊന്നും വെക്കണ്ട. തീവ്രവാദ പ്രവർത്തനം ചെയ്യണ്ട. എന്തിന് ഒരാളെ കൊല്ലുകയോ തല്ലുകയോ വേണ്ട. മറിച്ച് തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുകയോ അധികാരികളെ വിമർശിക്കുകയോ എന്തെങ്കിലും ഒന്ന് എഴുതിയോ ചെയ്താൽ അവൻ രാജദ്രോഹിയാവും. എന്തിന്? നിനക്കറിയാലോ, ഒരു പുസ്തകം വായിച്ചതിനല്ലേ ഇന്നിവിടെ മാംസം കഴിച്ചതിന് തല്ലിക്കൊല്ലുന്നത് നമ്മുടെ നാട്ടിലാന്ന് ഓർക്കണം. നമ്മുടെ നാട്, നമ്മുടെ നാട്, നമ്മുടെ നാട്. നിങ്ങൾ വേണം. സോറി, സങ്കടം വരുമ്പോ ഞാൻ ചിലപ്പോ ഇങ്ങനെയാ. എന്റെ കുഞ്ഞുപാത്തുമ്മ ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും? കുഞ്ഞിപ്പാത്തുമ്മേ? അതാരാ? അതെ, ബഷീറിന്റെ കുഞ്ഞുപാത്തുമ്മ ഇല്ലേ? ഓ, അതുപോലൊരു കുഞ്ഞുപാത്തുമ്മ എനിക്കുണ്ട്. കഴിച്ചു. മരുന്ന് കുടിച്ചോ? ഓ, പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. പത്രം വായിച്ചോ? അതെ. പിന്നെ പറയേ. ഇങ്ങോട്ട് നോക്കി. പുതിയതാണല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ. ഇന്നലെ വാങ്ങിച്ച. പിന്നെ എന്നെ പറ്റിയിട്ട് കഥ എഴുതിയോ? എഴുതി. എവിടെ കാണിച്ചേ? അതിപ്പൊ കാണിക്കില്ല. കുഞ്ഞുപാത്തുമ്മയുടെ ചിത്രം എല്ലാം വരച്ച് പുസ്തകത്തിൽ വരും, അപ്പൊ കാണിക്കാം. വെറുതെ നോണ പറഞ്ഞ് പറ്റിക്കല്ലേ. ഞാനിന്ന് എഴുതും. അപ്പൊ എഴുതിയിട്ടില്ലല്ലേ? ഞാൻ പോവാ. പോവല്ലേ, പോവല്ലേ. അവളുടെ ഒരു കാര്യം.
ബ്രോ തന്റെ ലാസ്റ്റ് സപ്പർ. ഇൻസ്പെക്ടർ സാർ, യെസ്. കൈകൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എഴുതാതിരിക്കാൻ അധികാരികൾ ഒടിച്ചതാണ് ഈ വിരലുകൾ. താൻ വളഞ്ഞു തിരിയാതെ കാര്യം പറയണോ. എനിക്കൊരു സ്പൂൺ തരാൻ കഴിയുമോ? നാളെ കഥ തീരാനുള്ള തനിക്ക് എന്തിനാടോ ഇപ്പൊ ഒരു സ്പൂൺ? അതെ, ഇതെന്റെ അവസാനത്തെ അന്നമാണ്, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകും, പക്ഷേ അത് കഴിയില്ല. അതിനൊക്കെ ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്. കോടതിയിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, അത് പരിശോധിച്ച് വിധി വരുമ്പോഴേക്കും അത് നടക്കില്ല. സോറി, അത് നടക്കില്ല. ഇപ്പൊ തൽക്കാലം ഇത് ഉപയോഗിക്കൂ. ഞാൻ വാരിത്തരാം. വേണ്ട, നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ. ഇതൊന്നും സ്നേഹമായി കാണണ്ട. ഇവിടെ ഞാനല്ലേ ഉള്ളൂ, അപ്പൊ ഇതെന്റെ ബാധ്യതയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നീ എന്തിനാ സമ്മതം ചോദിക്കുന്നേ? ഇങ്ങനെ ചോദിക്കാമോ എന്നറിയില്ല. നാളേക്ക് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനുണ്ടോ? ഇപ്പൊ കഴിയില്ലെങ്കിലും ഞാൻ പുറത്തിറങ്ങിയാൽ അത് സഫലമാക്കാം. എനിക്കങ്ങനെ എടുത്താൽ തീരാത്ത ആഗ്രഹങ്ങളൊന്നും ഇപ്പൊ ഇല്ല. ഞാൻ നേടേണ്ടതൊക്കെ നേടിയിട്ടുണ്ട്. എഴുതിയതിന് വലിയൊരു അംഗീകാരം ഞാൻ ആഗ്രഹിച്ചിരുന്നു, അതിപ്പോ കിട്ടി. ജ്ഞാനപീഠവും അക്കാദമി അവാർഡും ചേർത്ത് വെച്ചാലും ഇതിനോളം വരില്ല. ഞാൻ പാത്രം കഴുകിട്ട് വരാം. ഇനി ഇങ്ങനെ എനിക്ക് എഴുതാൻ കഴിയില്ലല്ലോ. അതെ, എനിക്ക് ചെറിയ രണ്ട് ആഗ്രഹങ്ങളുണ്ട്. എന്നെ തൂക്കിലേറ്റുമ്പോൾ എന്റെ ഒരു പുസ്തകം നെഞ്ചോട് ചേർത്ത് വെക്കണം. അതെന്റെ കല്ലറയിലും വേണം. ശ്യാമേ, ഒരു മിനിറ്റ്. ശ്ശേ, ഞാൻ കത്തി വരാൻ അപ്പൊ കൊളാക്കി. സോറി, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. നമ്മുടെ ഫെസ്റ്റിന്റെ ടീം ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, ഇത്രയും പെട്ടെന്ന് ഞാൻ വരാം. ഇത് കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, എവിടെ വരെ? രണ്ടാമത്തെ ആഗ്രഹം. ഓക്കെ. ഒരാഗ്രഹം കൂടി ഉണ്ട്, നല്ലൊരു പാട്ട് കേൾക്കണം. आज बाजार में
നിങ്ങളുടെ പുസ്തകങ്ങളെല്ലാം ശേഖരിച്ച് ഒരു ലൈബ്രറി പണിയും. നീ വീണ്ടും എന്നെ സ്നേഹിക്കുന്നു. ഇതും എന്റെ ബാധ്യതയായി കണ്ടാ മതി. സോറി, ഞാൻ നിങ്ങളോട് അല്പം മോശമായിട്ട് പെരുമാറി. എന്നോട് ക്ഷമിക്കണം. ചിലപ്പോ എനിക്ക് വല്ല ശാപവും കിട്ടിയാലോ? ഞാൻ ആരെയും ശപിക്കാറില്ല. എന്നാ ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് നിങ്ങൾക്കൊരു ഫേവറായിട്ടാ. ഇതിലൊരു ഒപ്പിട്ടിങ് തന്നാ മതി. ഞാൻ ചെയ്യാത്ത കുറ്റം സംബന്ധിച്ച് മാപ്പ് എഴുതണമല്ലേ? അതിന് വേറെ ആളെ നോക്കണം. താൻ അനുഭവിക്കും കള്ളക്കളവ. എന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് പണിയാണ് ഈ ചെയ്തത്? നല്ലൊരു അവസരം കളഞ്ഞില്ലേ? നിനക്കറിയാത്തോണ്ടാ എനിക്ക് തെറ്റുപറ്റിപ്പോയി, മാപ്പാക്കണം എന്ന് ഞാൻ സമ്മതിക്കാമത്രേ. എന്നാലും രക്ഷപ്പെടാലോ. എന്നിട്ട് എന്തിനാ ഒരു കുറ്റവാളിയായി പുറത്തിറങ്ങാനോ? അതിന് കേൾക്കും നല്ലത് ഈ കഴിമരമാണ്. നിനക്കറിയോ, എന്റെ കുഞ്ഞുപാത്തമ്മ പറഞ്ഞിട്ട് പോലും ഞാനത് സമ്മതിച്ചിട്ടില്ല. പിന്നെ ഞാൻ പോകുമ്പോൾ വരുമ്പോഴൊക്കെ ലേറ്റ് വെക്കാമല്ലോ. അതൊക്കെ ഉണ്ടാവും ചങ്ങായി, ഇത് വലിയ ബെസ്റ്റ് അല്ലേ? അത് മതി. എഴുന്നേൽക്കണോ? മതി തന്റെ എഴുത്തും വായനയും ഒക്കെ. യു ആർ അണ്ടർ അറസ്റ്റ്. എന്താ ഇവിടെ എങ്ങോട്ടാ എഴുത്തങ്ങളെ കൊണ്ടോണേ? അങ്ങ് മാറി നിൽക്കും മോളെ. എന്തിനാ എഴുത്തങ്ങളെ കൊണ്ടോണേ? മോളെ അതൊരു കഥ എഴുതിയിട്ടാ. എന്നാ ഇനി എഴുതൂലാൻ പറ, അപ്പൊ കൊണ്ടുപോയല്ലോ. വേണ്ട മോളെ, പോയി വരാം. ഇങ്ങോട്ട് വാടോ. പോയി വരാം. എഴുത്തങ്ങളെ കൊണ്ടുപോകാൻ അങ്ങോട്ട് പോയി വരാം. ഇങ്ങോട്ട് മാറും മോളെ. വേണ്ട, എന്റെ എഴുത്തങ്ങളെ കൊണ്ടുപോകണ്ട, വേണ്ട. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന്? ഓ, മനസ്സിലായി മനസ്സിലായി. പക്ഷേ നിങ്ങൾ എന്ത് കഥയാണ് എഴുതിയത്? അവർ നിങ്ങളെ ഇത്രമാത്രം ഭയപ്പെടാൻ? ആ കഥ ഞാനൊന്ന് ചുരുക്കി പറയാം. പണ്ട് പണ്ട് കാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു. അതെ, നമ്മുടെ സിംഹരാജാവ് തന്നെ. കാട്ടിലെ ജന്തുജീവികളെല്ലാം സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുകയായിരുന്നു. നമ്മുടെ രാജാവിനത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം കാട്ടിലെ മാനുകളെയും മൃഗങ്ങളെയും നരികളെയും പുലികളെയും എല്ലാം വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ഈ മാനും മുയലുമെല്ലാം യഥേഷ്ടം മേഞ്ഞു നടക്കുന്നു. അവർക്കാർക്കും നിങ്ങളെ ഒരു ഭയവുമില്ല. അത് അവസാനിപ്പിക്കാം. അവരിൽ ചിലർ പറഞ്ഞു, ഭക്ഷണാവശ്യാർത്ഥമല്ലാതെ വേട്ടയാടരുതെന്നാണ് കാടിന്റെ നിയമം. രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിയമം ഉണ്ടാക്കുന്നത് ഞാനല്ലേ, നിങ്ങൾ എന്തിനു ഭയപ്പെടണം? നാളെ മുതൽ നിങ്ങൾക്ക് യഥേഷ്ടം വേട്ടയാടാം. അവരിൽ ചിലർ അത്
അംഗീകരിച്ചു. ഭൂരിഭാഗവും അതിനെ എതിർത്തു. പക്ഷേ അത് മതിയായിരുന്നു കാട് തകർക്കാൻ. കാട്ടിൽ കരച്ചിലായി, ബഹളമായി, ജീവികളെല്ലാം ഭയപ്പാടിലായി. പക്ഷേ അവരിൽ ചിലർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ചോദ്യങ്ങൾ ചോദിച്ചവരെല്ലാം കാടുദ്രോഹിയായി മുദ്രകുത്തി തുറങ്കിലടച്ചു. ചിലരെ അമ്പെയ്തു കൊന്നു. ബാക്കിയുള്ളവരെ രാജാവ് അടിമകളെ വിട്ട് ഭയപ്പെടുത്തി അടക്കി നിർത്തി. പക്ഷേ രാജാവ് അറിഞ്ഞിരുന്നില്ല കാടിന്റെ ഭരണഘടന ശക്തമാണെന്ന്. ജന്തുജാതികളെല്ലാം ഒരുമിച്ച് ചേർന്ന് രാജാവിനെതിരെ തിരിഞ്ഞു നിന്നു. അവിടെ കഥ കഴിഞ്ഞു. കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറുതെ അല്ല അവർ നിങ്ങളെ ഭയപ്പെട്ടത്. ഞാനേ പുറത്തു പോയിട്ടൊന്ന് വരാം, നിങ്ങൾ കിടന്നോളൂ. യഥാർത്ഥത്തിൽ ഒരു എഴുത്തുകാരൻ മരിക്കുന്നത് കൊലക്കയറിലാണോ? അല്ല, അവന്റെ എഴുത്ത് തടയുമ്പോഴാണ്, എഴുതുമ്പോഴാണ് അവൻ ജീവിക്കുന്നത്. എന്റെ വിരലുകൾ ഒടിച്ചു, ഈ തുറങ്കിലടച്ചു. എന്നിലെ എഴുത്തുകാരൻ അന്നേ മരിച്ചതാണ്. ഇത് വെറും ശവം. ഇതവർ കൊണ്ടുപോയി തിന്നട്ടെ. മരണത്തിന്റെ വ്യാപാരികളാണവർ. ഇനി എന്റെ ശവമെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രം. ഇതാ എന്റെ പേന. ഇത് മാത്രം ഞാൻ ബാക്കി വെക്കുന്നില്ല. അതെ സുഹൃത്തുക്കളെ, ഒരു പ്രശ്നമുണ്ട്. എന്താ? എന്തു പറ്റി? നമ്മുടെ നാടകം തട്ടിൽ കയറില്ല. നമ്മുടെ നാടകം സെൻസർ ബോർഡ് തടഞ്ഞിരിക്കുന്നു. ഇത് കളിക്കാൻ പാടില്ല അത്രേ. നമ്മൾ എന്ത് ചെയ്യും? വിഷമിക്കണ്ട, നമ്മുടെ പ്രതീക്ഷ ഇവരിലാണ്. അതെ, ഈ ജനങ്ങളിൽ നമുക്ക് അങ്ങ് അവരിലേക്ക് ഇറങ്ങാം, അവിടെ ജീവിക്കാം.